കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരബോള എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു. എന്താണ് പാരബോള എന്ന് പഠിച്ചു. അപ്പോൾ നമ്മളൊരു പാരബോള വരക്കണമെങ്കിൽ നമുക്കൊരു ഫിക്സഡ് പോയിന്റ് വേണം. ഫിക്സഡ് പോയിന്റ് എഫ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഫിക്സഡ് പോയിന്റ് എഫ് എന്ന് പറഞ്ഞൊരു ഫിക്സഡ് പോയിന്റ് വേണം. പിന്നെ ഒരു ഫിക്സഡ് ലൈന് വേണം. ഓക്കെ, ഫിക്സഡ് പോയിന്റ് ആൻഡ് എ ഫിക്സഡ് ലൈൻ. Parabola is the set of all points equidistant from a fixed point and from a fixed line. Equidistant from a fixed point and a fixed line. ഈ ഫിക്സഡ് പോയിന്റിൽ നിന്നും ഇവിടെ എടുക്കുന്ന ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, നമ്മളിവിടെ പാരബോളന്റെ മുകളിൽ പി എക്സ് വൈ എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എഫ് പി, എഫിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എഫ് പി is equal to perpendicular distance from P to directrix. ഈ പിയിൽ നിന്നും ഡയറക്ട്രിക്സിലേക്ക് പെർപെൻഡിക്കുലർ വരക്കണം. ഒരു പെർപെൻഡിക്കുലർ വരക്കണം. പിയിൽ നിന്നും ഇവിടത്തേക്കുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പി ബി ആണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന കണ്ടീഷൻ എഫ് പി, എഫിൽ നിന്നും പിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എഫ് പി ഇസ് ഈക്വൽ ടു പി ബി. ഓക്കെ, എഫ് പി ഇസ് ഈക്വൽ ടു പി ബി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പോയിന്റ്സുകളെയും ചേർത്ത് കിട്ടുന്നതാണ് പാരബോള എന്ന് പറയുന്ന കർവ്. പാരബോള ഇസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് equidistant from a fixed point and a fixed line. This fixed point is known as focus. Fixed point is known as focus and fixed line is known as directrix. Directrix. Fixed line is known as directrix. Parabola is the set of all points in a plane that are equidistant from a fixed line and a fixed point in the plane. അപ്പോൾ ആ ഫിക്സഡ് പോയിന്റ് ലൈനിന്റെ മുകളിലല്ലാത്ത പോയിന്റ് എടുക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, ലൈനിന്റെ മുകളിലല്ലാത്ത, ഫിക്സഡ് ലൈനിന്റെ മുകളിലല്ലാത്ത വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന പോയിന്റ് നമുക്ക് എടുക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ എടുക്കുന്ന എല്ലാ പാരബോളയുടെയും ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എക്സ് ആക്സിന്റെ മുകളിലോ അല്ലെങ്കിൽ വൈ ആക്സിന്റെ മുകളിലോ ഉണ്ടാകും. കാരണം നമ്മളിവിടെ എടുക്കുന്ന എല്ലാ പാരബോളയുടെയും ഈ പോയിന്റ്, ഞാൻ അവിടെ റെഡ് കൊണ്ട് മാർക്ക് ചെയ്യാം, ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്നത് വേർട്ടെക്സ് എന്നാണ്. വേർട്ടെക്സ്, ഒറിജിൻ ആണ് ഇവിടുത്തെ വേർട്ടെക്സ്. ഓക്കെ, ഈ ഒറിജിൻ വേർട്ടെക്സ് ആയ പാരബോള മാത്രമേ നമ്മൾ ഈ വർഷം പഠിക്കുന്നുള്ളൂ. ഹയർ ക്ലാസ്സിൽ വേർട്ടെക്സ് വേറെ വേറെ പോയിന്റിൽ വരുന്ന പാരബോള പഠിക്കും. പക്ഷെ നമ്മൾ +1 +2 ഈ സമയത്ത് +1 നമ്മൾ പഠിക്കുന്നത് വേർട്ടെക്സ് 0 0 ആയ ഒറിജിൻ വേർട്ടെക്സ് ആയ പാരബോള മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞ പോയിന്റ്, ആ ഫിക്സഡ് പോയിന്റ് ഫോക്കസ് ഒന്നെങ്കിൽ എക്സ് ആക്സിന്റെ മുകളിൽ ഉണ്ടാകും അല്ലെങ്കിൽ വൈ ആക്സിന്റെ മുകളിൽ ഉണ്ടാകും. നമ്മൾ പഠിക്കുന്ന പാരബോളന്റെ വേർട്ടെക്സ് 0 0 ആണ്. ഫിക്സഡ് പോയിന്റ് ഇസ് നോൺ ആസ് ഫോക്കസ്, ഫിക്സഡ് ലൈൻ ഇസ് നോൺ ആസ് ഡയറക്ട്രിക്സ്. ഈ രണ്ട് വേർഡ്സും പഠിച്ചു വെച്ചേക്കണം. ഫിക്സഡ് പോയിന്റിനെ നമ്മൾ പറയുന്നത് ഫോക്കസ് എന്നാണ്. ഫിക്സഡ് പോയിന്റ് ഇസ് നോൺ ആസ് ഫോക്കസ്. ഫിക്സഡ് ലൈൻ, ഇവിടെ ഇരിക്കുന്ന ഈ ഫിക്സഡ് ലൈനിനെ പറയുന്നത് ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് ഇത് ആക്സിസ് ആണ്, പാരബോളയുടെ ആക്സിസ് ആണ്. ഈ ആക്സിസിന് നമ്മുടെ പാരബോള സിമെട്രിക് ആയിരിക്കും. ഈ എക്സ് ആക്സിസിന്റെ, പോസിറ്റീവ് എക്സ് ആക്സിസിന്റെ മുകളിൽ എന്താണോ ഇരിക്കുന്നത് അതേ പാർട്ട് തന്നെയാണ് പോസിറ്റീവ് എക്സ് ആക്സിസിന്റെ താഴെയും ഉണ്ടാവുക. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ ഒറിജിനെ നമ്മൾ വിളിക്കുന്നത് വേർട്ടെക്സ്. വേർട്ടെക്സ്, ഒറിജിൻ ഇസ് നോൺ ആസ് വേർട്ടെക്സ്. 4 ടൈപ്പ് പാരബോള ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഒക്കെ ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി നമുക്കത് റിവൈസ് ചെയ്യാം. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പാരബോളയുടെ ഇക്വേഷൻ വരുന്നത് y² = 4ax. y² = 4ax. അപ്പോൾ നിങ്ങൾ ഇക്വേഷനും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗറും ഓർമ്മ വേണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂ. y² = 4ax എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫിഗർ ഇതുപോലെയാണ് ഉണ്ടാവല്. ആ ഒരു കാര്യം രണ്ടും കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കണം. y² = 4ax. ഫോക്കസ്, ഫോക്കസ് A0. പോസിറ്റീവ് എക്സ് ആക്സിസിന്റെ മുകളിലാണ് ഫോക്കസ് ഉണ്ടാവുക. ഫോക്കസ് ഇസ് A0. ഫോക്കസ് ഇസ് A0. ഡയറക്ട്രിക്സ്, ഡയറക്ട്രിക്സ്. അപ്പൊ നമ്മുടെ ഫോക്കസ് പോസിറ്റീവ് ആക്സിസിൽ വന്നു കഴിഞ്ഞാൽ ഡയറക്ട്രിക്സ് 0ന്റെ ലെഫ്റ്റ് സൈഡിൽ വരും.
അതിൻ്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു മൈനസ് എ ആണ്. ഒറിജിൻ നിന്നും ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് എ, അതേപോലെ ഒറിജിൻ നിന്നും ഈ ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എ ആണ്. സെയിം ഡിസ്റ്റൻസ് ആണ് വരേണ്ടത്. ഇപ്പോൾ ഇവിടെ എ ആണെങ്കിൽ ഇവിടെയും എ. അപ്പോൾ ഈ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞ ലൈനിന്റെ ഇക്വേഷൻ വരുന്നത് എക്സ് ഈക്വൽ ടു മൈനസ് എ. ഇതിൽ പിന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ആക്സിസ് ഇസ് പോസിറ്റീവ് എക്സ് ആക്സിസ്. പോസിറ്റീവ് എക്സ് ആക്സിസ്. ആക്സിസ് ഓഫ് പാരബോള പോസിറ്റീവ് എക്സ് ആക്സിസ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഈക്വൽ ടു 4a. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഇസ് 4a. Now സെക്കൻഡ് വൺ, നമ്മുടെ പാരബോള ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് എക്സ് ആക്സിന്റെ ഭാഗത്തേക്കാണ് സിമെട്രിക് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ വരുന്നത് y സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax. നെഗറ്റീവ് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്, അങ്ങനെ ഓർത്തു വെക്കണം. എക്സ് ആക്സിസിന് സിമെട്രിക് ആയാൽ y സ്ക്വയർ എന്ന് പറഞ്ഞ ടേം ഉണ്ടാകും. എക്സ് ആക്സിസിന് പാരബോള സിമെട്രിക് ആയാൽ y സ്ക്വയർ എന്ന് പറഞ്ഞ ടേം വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോസിറ്റീവ് ഭാഗത്തേക്ക് സിമെട്രിക് ആയി കഴിഞ്ഞാൽ അത് y സ്ക്വയർ ഈക്വൽ ടു 4ax. നെഗറ്റീവ് ഭാഗത്തേക്കാണ് സിമെട്രിക് വരുന്നതെങ്കിൽ ഇക്വേഷനിൽ ഒരു നെഗറ്റീവ് ഉണ്ടാകും. y സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax. അന്നേരം ഫോക്കസ് വരുന്നത്, ഫോക്കസ് ഇവിടെ നെഗറ്റീവ് ഭാഗത്തേക്കാണ്, മൈനസ് a0. ഡയറക്ട്രിക്സ് സീറോന്റെ ഒറിജിന്റെ റൈറ്റ് സൈഡ് ആണ്. ഡയറക്ട്രിക്സ് ഒറിജിന്റെ റൈറ്റ് സൈഡ് ആണ്. ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എ. ലൈനിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എ. ആക്സിസ് ഓഫ് പാരബോള ഇസ് നെഗറ്റീവ് എക്സ് ആക്സിസ്. നെഗറ്റീവ് എക്സ് ആക്സിസ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4a. അത് 4 കാര്യത്തിലും 4 ടൈപ്പ് പാരബോളയിലും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4a ആണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഓർത്തു വെക്കാം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഇസ് 4a. ലാറ്റസ് റെക്ടം ഇസ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 points on the parabola which passes through the focus. ഓക്കെ, ഫോക്കസിലൂടെ പാസ് ചെയ്യണം. അതിന്റെ എൻഡ് പോയിന്റ്സ് പാരബോളന്റെ മുകളിൽ ഉണ്ടാവണം. ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനാണ് ലാറ്റസ് റെക്ടം. ലാറ്റസ് റെക്ടം ഇസ് എ ലൈൻ സെഗ്മെന്റ് perpendicular to axis, passes through focus, whose end points lies on the parabola. Now third one, മൂന്നാമത്തെ പാരബോളയുടെ ഇക്വേഷൻ വരുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. Okay, this parabola is symmetric about y axis. y ആക്സിസിന് സിമെട്രിക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷനിൽ എക്സ് സ്ക്വയർ ഉണ്ടാകും. y ആക്സിസിന് സിമെട്രിക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷനിൽ എക്സ് സ്ക്വയർ ഉണ്ടാകും. ഇനി പോസിറ്റീവ് y ആക്സിസ് ആണ് അതിന്റെ ആക്സിസ്, മുകളിലോട്ടായിരിക്കുന്നത്. അങ്ങനെ വന്നാൽ പോസിറ്റീവ് ആണ് വരുന്നത്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. ഇനി ഇതിന്റെ ഫോക്കസ് വരുന്നത് ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോക്കസ് y ആക്സിസിന്റെ മുകളിലാണ്. അന്നേരം എക്സ് കോർഡിനേറ്റ് 0. സോ ഫോക്കസ് ഇസ് 0a. ഇത് ശ്രദ്ധിച്ചിട്ട് നോക്കണം. ഓക്കെ, ഫോക്കസ് തന്നിട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഫോക്കസ് ഏത് ആക്സിസിന്റെ മുകളിലാ, അത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതേണ്ടി വരും. ഇപ്പൊ ഫോക്കസ് 0a ആയിക്കഴിഞ്ഞാൽ ഫോക്കസ് ഇരിക്കുന്നത് പോസിറ്റീവ് y ആക്സിസിന്റെ മുകളിൽ. അന്നേരം ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. ഇനി ഡയറക്ട്രിക്സ് ഒറിജിന്റെ താഴെയാണ് വരുന്നത്. അതിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു മൈനസ് a. ആക്സിസ് ഇസ് പോസിറ്റീവ് y ആക്സിസ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഇസ് 4a. ഇനി നാലാമത്തെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay. എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay. ഫോക്കസ് ഏത് ഭാഗത്തേക്കാണ് നമ്മുടെ പാരബോള പോകുന്നത് അങ്ങോട്ടേക്ക് തന്നെയാണ് ഫോക്കസ് ഉണ്ടാവുക. ഫോക്കസ് ഇസ് 0 മൈനസ് a. ഓക്കെ, ഫോക്കസ് 0 മൈനസ് a. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു a ആണ്. y ഈക്വൽ ടു a. Axis of parabola is negative y axis. Axis is negative y axis. Length of lattice rectum is 4a. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബൈ ഹാർട്ട് വേണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ഇതിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പ്രോബ്ലത്തിലേക്ക് കടക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോക്കസ്, ആക്സിസ്, the equation of directrix and lattice rectum of the parabola. എന്തൊക്കെ കണ്ടുപിടിക്കണം? ഫോക്കസ് കണ്ടുപിടിക്കണം, ആക്സിസ് എന്താന്ന് പറയണം, ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ തന്നിട്ടുണ്ടാകും y സ്ക്വയർ ഈക്വൽ ടു 8x. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഏത് സ്റ്റാൻഡേർഡ് ഫോമിലുണ്ട്.
ഇത് ഇരിക്കുന്നത് വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആ ഫോമിലാണ്. അപ്പോൾ നമ്മളെ മനസ്സിൽ 4 ഇക്വേഷൻ വേണം. 4 ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax, വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay, എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay. ഈ 4 എണ്ണം നമ്മളെ മനസ്സിൽ വന്നാൽ നോക്കിയേ, ഇവിടെ ഇരിക്കുന്ന ഇക്വേഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു 8x ആണ്. അതിരിക്കുന്നത് ഇതുപോലെയാണ്, ഫസ്റ്റ് ഇക്വേഷൻ പോലെ. വൈ സ്ക്വയർ ഉണ്ട്, പോസിറ്റീവ് ആണ്, അപ്പോൾ അത് ഈ ഇക്വേഷനാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതണം. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax. എന്നിട്ടത് കമ്പയർ ചെയ്യാം. ഇവിടെ 4a, എക്സിൻ്റെ കോയിഫിഷ്യൻ 4a ആണ്, ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ 8 ആണ്. അപ്പോൾ നമുക്ക് സൈഡിലൊരു ഫിഗർ വരച്ച് വെച്ചേക്കണം. ഇതിൻ്റെ ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax. അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു 4axൻ്റെ ഫിഗർ എപ്പോഴും സൈഡിൽ വരച്ച് വെക്കണം. ഓക്കെ, ഫിഗർ വരക്കാം. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഫോക്കസും ഡയറക്ട്രിക്സും കിട്ടും. അപ്പോൾ എല്ലാവരും സൈഡിലൊരു ഫിഗർ വരക്കണം. വൈ സ്ക്വയർ ഈക്വൽ ടു 4axൻ്റെ ഫിഗർ വരക്കണം. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യാം. വൈ സ്ക്വയർ ഈക്വൽ ടു 8x, വൈ സ്ക്വയർ ഈക്വൽ ടു 4ax. Given equation is of the form y square equal to 4ax. That implies 4a equal to 8. Okay, x ന്റെ coefficients തമ്മിൽ കമ്പയർ ചെയ്യാം. 8 is equal to 4a. So a is equal to 8 by 4 which is equal to 2. a യുടെ വാല്യൂ കിട്ടി. So focus equal to, ഫോക്കസ് വരുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിന്റെ മുകളിലാണ്. നമ്മുടെ പരബോള അങ്ങോട്ടേക്കായിരിക്കുന്നത്. പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ് ആക്സിസ്. അപ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിസിന്റെ മുകളിലാണ് ഫോക്കസ് വരുന്നത്. സോ ഫോക്കസ് ഇസ് A0 which is equal to 20. ഫോക്കസ് ഇസ് 20. ഡയറക്ട്രിക്സ് വരുന്നത് ഒറിജിന്റെ ഈ സൈഡിലാണ്. നമുക്കിപ്പോൾ എ എന്ന് പറയുന്നത് 2 എന്ന് കിട്ടി. ഇവിടെയാണ് നമ്മുടെ ഫോക്കസ് ഇരിക്കുന്നത്. ഫോക്കസ് A2 കിട്ടിയത് കൊണ്ട് ഫോക്കസ് 20 ആണ്. ഈ -2 പാസ് ചെയ്യുന്ന ലൈനാണ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഇസ് എക്സ് ഈക്വൽ ടു -2. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഇസ് എക്സ് ഈക്വൽ ടു -2. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഈക്വൽ ടു 4a വിച്ച് ഇസ് ഈക്വൽ ടു 8. 4a നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 4a ഇസ് ഈക്വൽ ടു 8. അപ്പോൾ നമ്മൾ ഫോക്കസ് കണ്ടുപിടിച്ചു. ആക്സിസും കൂടി എഴുതാനുണ്ട് അല്ലേ. ആക്സിസ് ഇസ് പോസിറ്റീവ് എക്സ് ആക്സിസ്. അതും കൂടി എഴുതി വെച്ചേക്കണം. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് കണ്ടുപിടിച്ചു. ആക്സിസ് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഇസ് 8. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓരോ പ്രോബ്ലത്തിലും ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇക്വേഷൻ തന്നിട്ടുണ്ടാകും. നമ്മൾ ഫോക്കസ് കണ്ടുപിടിക്കണം, ആക്സിസ് കണ്ടുപിടിക്കണം, ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കണം. Now second one, find the equation of the parabola with focus 20 and directrix x equal to -2. അപ്പോൾ ഇവിടെ നേരെ തിരിച്ചാണ് പ്രോബ്ലം വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഫോക്കസ് തന്നിട്ടുണ്ട്, പിന്നെ ഡയറക്ട്രിക്സും തന്നിട്ടുണ്ട്. ഓക്കെ, ഫോക്കസ് തന്നിട്ടുണ്ട്, ഡയറക്ട്രിക്സും തന്നിട്ടുണ്ട്. നമ്മൾ പാരബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫോക്കസ് ഏതാ പോയിന്റ് നോക്കാം. ഇവിടെ ഫോക്കസ് തന്നിരിക്കുന്നത് 20 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഓക്കെ, ഒരു റഫ് ഫിഗർ വരക്കാം. ഫോക്കസ് എക്സ് ആക്സിസിന്റെ, പോസിറ്റീവ് എക്സ് ആക്സിന്റെ മുകളിൽ ഫോക്കസ് മാർക്ക് ചെയ്യണം. ആദ്യം തന്നെ ഫോക്കസ് തന്നിട്ടുണ്ട്, അത് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം. എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് ആദ്യം ഫോക്കസ് ആ പോയിന്റ് അവിടെ മാർക്ക് ചെയ്യുക. 20 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുക. ഫോക്കസ് ഏത് ഭാഗത്തേക്കാണ് ഉള്ളത്, അങ്ങോട്ടേക്കായിരിക്കും നമ്മുടെ പാരബോള ഉണ്ടാവുക. അപ്പം ഇങ്ങനെ നമുക്ക് ഫിഗർ കിട്ടും. ആദ്യം ചെയ്യേണ്ടത് എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കണം. റഫ് ഫിഗർ മാത്രം വരച്ചാൽ മതി. ഒരു റഫ് ഫിഗർ ആണ് വരക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കുക. അതിൽ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. 20 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുക. ഫോക്കസ് എവിടെയാണോ ഇരിക്കുന്നത് ആ ഭാഗത്തേക്കാണ് പാരബോള ഉണ്ടാവുക. അപ്പം ഇതുപോലെ പാരബോള വരും. ഈ ഫിഗർ ആദ്യം വരച്ചു വെക്കണം. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഇക്വേഷൻ എന്താ. അതിൻ്റെ ഇക്വേഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആണ്. ഈ പാരബോളയുടെ ഇക്വേഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു 4a. തന്നിരിക്കുന്നത് ഫോക്കസ്
ഫോക്കസ് എന്ന് പറയുന്നത് A0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അതാണ് 20 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഫോക്കസ് A0 ആണ്, അത് 20 ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്താ? A is equal to 2. A is equal to 2. A is equal to 2. ഇനി വളരെ എളുപ്പമാണ്. ഈ A ഉള്ള സ്ഥലത്ത് 2 കൊടുത്താൽ മതി. Y square equal to 4 into 2 into x. 4 into 2 into x. That is y square equal to 8x. ഇതാണ് നമ്മുടെ പാരബോളയുടെ ഇക്വേഷൻ. Now third one, find the equation of parabola with vertex 0, 0 and focus 0, 2. Okay. ഇവിടെ ആദ്യം ഫോക്കസ് മാർക്ക് ചെയ്യാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് ആക്സിസ് വരക്കണം, വൈ ആക്സിസ് വരക്കണം. എക്സും വൈ ആക്സിസ് വരച്ചിട്ട് ഫോക്കസ് തന്നിട്ടുണ്ട് 0, 2 ആണ് ഫോക്കസ്. അത് വരുന്നത് വൈ ആക്സിസിന്റെ മുകളിലാണ്. 0, 2 മാർക്ക് ചെയ്യണം. 0, 2 വരുന്നത് വൈ ആക്സിസിന്റെ മുകളിലാണ്. ഇപ്പൊ 0, 2 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫോക്കസ്. ഫോക്കസ് ഏത് ഭാഗത്തേക്കാണുള്ളത് ആ ഭാഗത്തേക്ക് നമ്മുടെ പാരബോള പോകും. ഇങ്ങനെയാണ് പാരബോള പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫിഗർ അങ്ങ് വരച്ചു വെക്കാം. ഇവിടെ സൈഡിൽ ഞാൻ ജിയോജിബ്ര വെച്ചിട്ട് വരച്ച ഫിഗർ ആണ്, കറക്റ്റ് ഫിഗർ ആണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ആ ഫിഗർ, റഫ് ഫിഗർ ഒന്ന് നിങ്ങൾ സൈഡിൽ വരച്ചു വെച്ചേക്കണം. ഗിവൻ ഫോക്കസ്. ഫോക്കസിന്റെ ഫോം ഇവിടെ ഇരിക്കുന്നത് 0A ആണ്. ഓക്കെ, 0A which is equal to 0, 2. So A is equal to 2. ഇനി നമ്മൾ ഈ വരച്ച പാരാബോളന്റെ ഇക്വേഷൻ എന്താന്ന് ഓർക്കണം. ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. ഓക്കെ, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. ആക്സിസ് ഓഫ് സിമെട്രി വൈ ആക്സിസ് ആയാൽ അതിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ടേം ഉണ്ടാകും. ഇങ്ങനെ മുകളിലോട്ടും താഴെയോട്ടും വരുന്ന പാരാബോളക്ക് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ടേം ഉണ്ട്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. ഇനി എ ഉള്ള സ്ഥലത്ത് 2 എന്ന് കൊടുക്കാം. A is equal to 2. So 8y. So equation is x square equal to 8y. ഇതാണ് ഈ പാരാബോളയുടെ ഇക്വേഷൻ. x square equal to 8y. Now fourth one, find the equation of the parabola which is symmetric about the y axis and passes through the point 2 minus 3. Symmetric about y axis. Y ആക്സിസിന് സിമെട്രിക് ആവണം. ഓക്കെ, എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഇപ്പോൾ വൈ ആക്സിസിന് സിമെട്രിക് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ മുകളിലോട്ട് വരാം, അല്ലെങ്കിൽ താഴെ ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ആ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ആ പാരാബോള 2 - 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യണം. 2 - 3 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാ വരുക? ഇവിടെ 1, 2. ഓക്കെ, 0, 1, 2 വന്നു. പിന്നെ y വാല്യൂ -3 വരണം. -1, -2, -3. ഇവിടെ ഇരിക്കുന്ന ഈ പോയിന്റിലൂടെ പാസ് ചെയ്യണം. 2 - 3 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യണം. അപ്പൊ നമ്മുടെ പാരാബോള ഏത് ഭാഗത്തേക്ക് വരും? ഈ ഒറിജിന് താഴെ ഭാഗത്ത്. ഇങ്ങനെയാണ് നമ്മുടെ പാരാബോള വരുന്നത്. അപ്പൊ ഇതുപോലെ ആണ് നമ്മുടെ പാരാബോള വരുന്നത്. അതിൻ്റെ ഒരു റഫ് ഫിഗർ സൈഡിൽ വരച്ചു വെക്കണം. എക്സ് ആക്സിസ് വൈ ആക്സിസ് വരക്കുക. ഈ പോയിന്റ് മാർക്ക് ചെയ്യണം. 2 - 3 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യണം. ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു റഫായ പാരാബോളയുടെ ഫിഗർ വരക്കാം. അങ്ങനെ ഫിഗർ വരക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay. അപ്പോൾ ഫിഗറും ഇക്വേഷനും രണ്ടും നമ്മൾ മനസ്സിൽ വേണം. ഓക്കെ, ഫിഗറിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചാൽ വളരെ ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം. ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് ഇക്വേഷൻ മനസ്സിൽ വരണം. വളരെ ഈസിയാണ്. 4 ടൈപ്പാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ y സ്ക്വയർ ഈക്വൽ ടു 4x. നേരെ തിരിച്ചു വന്നാൽ y സ്ക്വയർ ഈക്വൽ ടു -4x. മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. താഴെയാണ് പോകുന്നതെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay. ഇനി തന്നിരിക്കുന്ന കണ്ടീഷൻ ഉപയോഗിക്കണം. ദിസ് പാരബോള പാസസ് ത്രൂ ദ പോയിന്റ് 2 - 3. So put x equal to 2 and y equal to -3 in equation 1. Because this point 2 - 3 satisfies equation of parabola. This point is a point on parabola. So that point satisfies equation of parabola. So put x equal to 2 and y equal to -3. So x square, that is 2 square equal to -4 into a into -3. എയുടെ വാല്യൂ അറിയില്ല, നമ്മൾ അതാ കണ്ടുപിടിക്കാൻ പോകുന്നേ.
ബാക്കി വാല്യൂസ് അതിൽ കൊടുക്കാം. എക്സിന്റെയും വൈയുടെയും വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഇസ് 2, വൈ ഇസ് -3. എക്സ് സ്ക്വയർ 2 സ്ക്വയർ -4 into a into y, y is -3. 2 square is 4, minus into minus is plus, 4 into 3 is 12, 12a. So 12a is equal to 4. So a is equal to 4 by 12, which is equal to 1 by 3. A is equal to 1 by 3. So a is equal to 4 by 12, which is equal to 1 by 3. So equation of parabola is x square equal to -4 into a into y. A ഉള്ള സ്ഥലത്ത് 1 by 3 കൊടുക്കണം. ഓക്കെ, എ കണ്ടുപിടിച്ച ശേഷം ഇക്വേഷൻ 1ൽ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്താ ആൻസർ കിട്ടുന്നത്? ആൻസർ കണ്ടുപിടിച്ചേ. എക്സ് സ്ക്വയർ ഈക്വൽ ടു -4 by 3y. ഇത്ര എഴുതിയാലും മതി. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയി. എക്സ് സ്ക്വയർ ഈക്വൽ ടു -4 by 3y. എയുടെ വാല്യൂ കണ്ടുപിടിക്കുക, ആ വാല്യൂ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 11.2ലെ പ്രോബ്ലംസ് ആണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാ പ്രോബ്ലംസും വളരെ ഈസിയാണ്. 1-2 പ്രോബ്ലംസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ബാക്കി പ്രോബ്ലംസ് നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയ പ്രോബ്ലംസ് ആണ്. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോവിങ് പ്രോബ്ലംസ് ഫൈൻഡ് കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കസ്, ആക്സിസ് ഓഫ് പാരബോള, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് വെക്ടർ. ഈ 4 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഫോക്കസ്, ആക്സിസ്, equation of directrix, length of lattice vector. First one, y square equal to 12x. ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം y square equal to 4ax ആണ്. a കണ്ടുപിടിച്ചാൽ മതി. ഇനി വളരെ ഈസിയാണ്. a കണ്ടുപിടിച്ചാൽ മതി. 4a equal to 12. ഈ 4a ഇവിടുത്തെ 12 ആയിട്ട് കമ്പയർ ചെയ്യാം. എക്സിന്റെ കോഎഫിഷ്യന്റ് എടുത്താൽ മതി. 4a is equal to 12. So what is a? A is equal to 3. ഇതാണ് നമ്മുടെ പാരബോള. y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുമ്പോൾ പാരബോളയുടെ ഫിഗർ ഇങ്ങനെയാണ് വരുന്നത്. ആ ഫിഗർ സൈഡിൽ വരച്ച് വെക്കണം. ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 4ax ആണ്. അപ്പോൾ അതിൻ്റെ ഫിഗർ സൈഡിൽ വരച്ച് വെക്കണം. a is equal to 3. a is equal to 3. Okay. Now focus ഈ ടൈപ്പ് പാരബോളയുടെ ഫോക്കസ് വരുന്നത് a0. പോസിറ്റീവ് എക്സ് ആക്സിന്റെ മുകളിലാണ് ഫോക്കസ് വരുന്നത്. ഫോക്കസ് ഇസ് a0. a is equal to 3. So 30. Focus is 30. Equation of directrix. Equation of directrix. X equal to -a. That is x equal to -3. a യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x equal to -3. Axis of parabola is positive x-axis. Axis of parabola is positive x-axis. Length of lattice rectum equal to 4a, that is equal to 12. 4a is equal to 12. So length of lattice rectum is 12. ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. Now second one, x square equal to 6y. എക്സ് സ്ക്വയർ ഈക്വൽ ടു 6y എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫിഗർ വരുന്നത് ഇതുപോലെയാണ്. മുകളിലോട്ട് വരും. y ആക്സിസ് ആണ് സിമെട്രിക്. ആക്സിസ് ഓഫ് പാരബോള ഇസ് പോസിറ്റീവ് y ആക്സിസ്. ഇതുപോലെയാണ് ഗ്രാഫ് വരുന്നത്. കാരണം ഇതിന് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യാം. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. ഇതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇപ്പോൾ ഫിഗർ വരുന്നത് ഇതുപോലെയാണ്. മുകളിലോട്ട് വരും. പാരബോള ഇതുപോലെ മുകളിലോട്ട് വരും. അപ്പോൾ നമ്മുടെ പാരബോള ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫോക്കസും പോസിറ്റീവ് y ആക്സിസിന്റെ മുകളിലാണ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇവിടെ ഇരിക്കുന്ന 4aനെ 6 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. വൈയുടെ കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. 4a ഈക്വൽ ടു 6 എന്ന് കിട്ടും. a is equal to 6/4 which is equal to 3/2. ഇനി നമുക്ക് എളുപ്പത്തിൽ ഫോക്കസ് കണ്ടുപിടിക്കാം. ഫോക്കസ് y ആക്സിസിന്റെ മുകളിലാണ്. പോസിറ്റീവ് y ആക്സിസിന്റെ മുകളിലെ പോയിന്റ് വരുന്നത് 0a. സോ ഫോക്കസ് ഇസ് 0, 3/2. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് വരുന്നത് ഈ ഒറിജിന്റെ താഴെ എക്സ് ആക്സിന് പാരലൽ ആയിട്ട് വരുന്ന ലൈനാണ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു -a, y ഈക്വൽ ടു -3/2 ആണ്.
Okay, y is equal to minus 3/2. Axis of parabola. Axis of parabola വളരെ ഈസി ആണ്. പോസിറ്റീവ് y ആക്സിസ് ആണ്. നമുക്ക് ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാകും, പോസിറ്റീവ് y ആക്സിസ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, ദാറ്റ് ഇസ് 4a which is equal to 6. 4a equal to 6. Third one, y square equal to minus 8x. ഏത് സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്? ഇതിനെ പോലെ ഇരിക്കുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഏതാ? y സ്ക്വയർ ഉണ്ട്. അപ്പോൾ y സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഉണ്ട്, ആ മൈനസും കൂടി ഇടണം. പിന്നെ ഇരിക്കുന്നത് 4ax ആണ്. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. തന്ന ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യണം. സ്റ്റാൻഡേർഡ് ആയിട്ട് 4 ഇക്വേഷൻസ് ആണ്. y സ്ക്വയർ തുടങ്ങുന്ന 2 ഇക്വേഷൻസ് ഉണ്ട്, എക്സ് സ്ക്വയർ തുടങ്ങുന്ന 2 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ മൈനസ് വന്നാൽ മൈനസ് ഇടണം. ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax. y സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax വരുന്ന പരബോളയുടെ ഗ്രാഫ് ഇതുപോലെയാണ് ഉണ്ടാവുക. നെഗറ്റീവ് എക്സ് ആക്സിസിന്റെ ഭാഗത്തേക്കാണ് അതിന്റെ മുഖം ഉണ്ടാവുക. നെഗറ്റീവ് എക്സ് ആക്സിസ് ഇസ് ദ ആക്സിസ് ഓഫ് പാരബോള. അപ്പൊ നമ്മുടെ ഫിഗർ ഇതുപോലെ ഉണ്ടാകും. y സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതിയ ഉടനെ തന്നെ റഫ് ഗ്രാഫ് വരയ്ക്കണം. നെഗറ്റീവ് എക്സ് ആക്സിസ് ആയ പാരബോള വരയ്ക്കണം. ഇനി നമ്മൾ ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുക. 4a ഈക്വൽ ടു 8. ആ നെഗറ്റീവ് എടുക്കണമെന്നില്ല, രണ്ടിലും മൈനസ് ഉണ്ട്, ആ മൈനസ് എടുക്കണമെന്നില്ല. ഈ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ മൈനസ് 4a ഈക്വൽ ടു മൈനസ് 8 എടുക്കണം. ദാറ്റ് ഇസ് 4a ഈക്വൽ ടു 8. a is equal to 8/4 which is equal to 2. So focus equal to, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോക്കസ് ഇരിക്കുന്നത് നെഗറ്റീവ് എക്സ് ആക്സിസിന്റെ മുകളിലാണ്. അതുകൊണ്ട് കോർഡിനേറ്റ്സ് വരുന്നത് -a0. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു -2 0. പാരബോള നെഗറ്റീവ് എക്സ് ആക്സിസിന്റെ ഭാഗത്തേക്കാണ് അതിന്റെ മുഖം ഇരിക്കുന്നത്, ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഫോക്കസും ഇവിടെ വരും, ഈ ഭാഗത്തേക്ക് വരും. അപ്പോൾ ആ ഭാഗത്ത് എക്സ് ആക്സിന്റെ മുകളിൽ വരുന്ന പോയിന്റ് ഇതുപോലെയാണ്, -2 0 പോലെയാണ് ഇരിക്കുന്നത്. -a0, a is 2, സോ -2 0. ഒരു കാര്യം ഓർക്കണം, a എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. ഒരിക്കലും a നെഗറ്റീവ് കിട്ടാൻ പാടില്ല. a ഗ്രേറ്റർ ദാൻ 0 ആണ്. a എന്ന് പറയുന്നത് ഒറിജിന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ -a0 which is -2 0. Now equation of directrix. ഫോക്കസ് നെഗറ്റീവ് എക്സ് ആക്സിന്റെ മുകളിൽ വന്നാൽ നമ്മുടെ ഡയറക്ട്രിക്സ് അപ്പുറത്തേക്ക് ഉണ്ടാവും, റൈറ്റ് സൈഡിലേക്ക് പോകും. പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഭാഗത്തേക്കാണ് വരിക. അന്നേരം ഇക്വേഷൻ വരുന്നത് എക്സ് ഈക്വൽ ടു എ, ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഇങ്ങനെയാണ് ലൈനിൽ. ഇവിടെ ഈ 2 പാസ് ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈനാണ്. അതിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 2 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 2. ആക്സിസ് ഓഫ് പാരബോള ഇസ് നെഗറ്റീവ് എക്സ് ആക്സിസ്. Negative x axis. Length of lattice rectum equal to 4a which is equal to 8. 4a equal to 8. Fourth one, x square equal to -16y. Standard equation x square equal to ഇതേപോലെ വരുന്ന ഇക്വേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. മൈനസ് ഉണ്ട്, 4a y എന്ന് എഴുതണം. ഓക്കെ, വളരെ ഈസിയാണ്. എന്നിട്ട് ഗ്രാഫ് വരക്കണം. എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay. ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പോൾ അതിന്റെ ഗ്രാഫ് ഇവിടെ വരച്ചിരിക്കുന്നത് ഇതുപോലെയാണ് വരിക. നെഗറ്റീവ് y ആക്സിസ് ആണ് ആക്സിസ് ആയിട്ട് വരുന്നത്. സോ 4a ഈക്വൽ ടു 16. ഈ കോൺസ്റ്റന്റ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. 4a ഈക്വൽ ടു 16, a ഈക്വൽ ടു 16/4 which is equal to 4. ഇനി ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഫോക്കസ് ഇരിക്കുന്നത് ഈ ഭാഗത്തേക്കാണ്. ഇവിടെയാണ് ഫോക്കസ് കയറുന്നത്. ഇവിടെ എവിടെയും കയറിക്കും. ഈ നെഗറ്റീവ് y ആക്സിന്റെ മുകളിലാണ് നമ്മുടെ ഫോക്കസ് വരുന്നത്. അപ്പോൾ ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് വരുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിൽ കാണണം. ഫോക്കസ് വരുന്നത് 0 - a ആണ്. y ആക്സിസിന്റെ മുകളിൽ എക്സ് കോർഡിനേറ്റ് 0 ആണ്. പിന്നെ ഇത് നെഗറ്റീവ് y ആക്സിന്റെ മുകളിലാണ്, അതുകൊണ്ട് -a വരും. സോ ഫോക്കസ് 0 - 4. a is 4. സോ 0 - 4. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് എക്സ് ആക്സിസിന് പാരലലാണ്. ഓക്കെ, 0ന്റെ ഒറിജിന്റെ മുകൾ ഭാഗത്തേക്കാണ് വരുന്നത്. അന്നേരം y ഈക്വൽ ടു a ആണ് ഇക്വേഷൻ. y is equal to 4. Equation of directrix is y equal to 4. Axis of parabola.
axis of parabola, negative y-axis. Negative y-axis. ഇനി length of latus rectum. (4a) which is equal to 16. 4a equal to 16. Now fifth one, y square equal to 10x. Graph വരച്ചേ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതണം, ഗ്രാഫ് വരക്കണം. y square equal to 4ax. അതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇതുപോലെ ഇവിടെ സൈഡിൽ വരച്ചിരിക്കുന്ന പോലെ ഉണ്ടാകും. റഫ് ഫിഗർ വരക്കണം. ഓക്കെ, റഫ് ഫിഗർ വരക്കാം. So 4a equal to 10, a is equal to 10 by 4, cancelling 2, we get 5 by 2. 2 cancel ചെയ്യാൻ, 2 common ആണ്, 5 by 2. Now focus. ഈ പാരബോളയുടെ ഫോക്കസ് y ആക്സിസിന്റെ മുകളിലാണ് വരിക. So a0, focus is a0 which is equal to 5 by 2, 0. 5 by 2, 0. Equation of directrix. Equation of directrix. x equal to minus a. ഈ ഭാഗത്തേക്ക് വരും. ഡയറക്ട്രിക്സ് ഒറിജിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരും. x equal to minus a. That is x is equal to minus 5 by 2. Now axis. Axis of parabola. Positive x axis. ക്ലാസ് ശ്രദ്ധിക്കണേ, അവസാനം ഞാൻ ചോദ്യം ചോദിക്കും. Length of latus rectum 4a. 4a is equal to 10. നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 4a is equal to 10. ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. Now last one, ഈ പാർട്ടിലെ ലാസ്റ്റ് പ്രോബ്ലം ആണിത്. എക്സ് സ്ക്വയർ ഈക്വൽ ടു -9y. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതിയേ, എന്നിട്ട് ഗ്രാഫും വരക്കണം. എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay. സോ 4a ഈക്വൽ ടു 9. ഈ കോൺസ്റ്റന്റും ഇതും തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. 4a ഈക്വൽ ടു 9. a കണ്ടുപിടിച്ചോളൂ. a is equal to 9 by 4. 9 by 4. Now focus. Focus ഇരിക്കുന്നത് എവിടെയാണ് ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. ഗ്രാഫ് വെച്ചാൽ നമുക്ക് തെറ്റാണ്ട് ഫോക്കസ് കണ്ടുപിടിക്കാം. ഫോക്കസ് ഇരിക്കുന്നത് നെഗറ്റീവ് y ആക്സിസിന്റെ മുകളിൽ. അതുകൊണ്ട് ഫോക്കസ് 0 മൈനസ് a ആണ്. ഓക്കെ, 0 മൈനസ് 9 by 4. Equation of directrix is y equal to a. That is y is equal to 9 by 4. Axis. Axis negative y axis. Length of latus rectum 4a. That is equal to 9. 4a is equal to 9. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇക്വേഷൻസ് ആണ്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് പാരബോള ദാറ്റ് സാറ്റിസ്ഫൈസ് ഗിവൺ കണ്ടീഷൻ. ഓക്കെ, പാരബോളയുടെ ഏതെങ്കിലും ഒന്നോ രണ്ടോ കണ്ടീഷൻസ് തന്നിട്ടുണ്ടാകും. ഓക്കെ, 2 കണ്ടീഷൻസ് ആണ് പൊതുവേ വരല്. ആ 2 കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പാരബോളന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടീഷൻസ് തന്നിട്ടുണ്ടാകും, അത് ഉപയോഗിച്ചുകൊണ്ട് പാരബോളന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇതും വളരെ ഈസിയാണ്. ഫോക്കസ് 6 0, ഡയറക്ട്രിക്സ് x ഈക്വൽ ടു -x. ഫോക്കസ് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കണം. എല്ലാവരും വരച്ചേ. എക്സ് ആക്സിസും x ഡാഷ് y ഡാഷ് വരച്ചിട്ട് അതിൽ ഫോക്കസ് മാർക്ക് ചെയ്യണം. ഫോക്കസ് 6 0 ആണ്. അതെവിടെ വരും? എക്സ് ആക്സിസിന്റെ മുകളിൽ വരും. ഇവിടെയാണ് നമ്മുടെ ഫോക്കസ് വരുന്നേ. ഫോക്കസ് 6 0 എന്ന് പറഞ്ഞ പോയിന്റ് പോസിറ്റീവ് എക്സ് ആക്സിന്റെ മുകളിലാണ്. അപ്പോൾ ഇവിടെ ഫോക്കസ് വന്നാൽ നമ്മുടെ പരബോള ആ ഭാഗത്തേക്കാണ് സിമെട്രിക് ആയിട്ട് ഉണ്ടാവുക. ഇതുപോലെ ഉണ്ടാവും. കറക്റ്റായിട്ട് ഫിഗർ വരച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഫോക്കസ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫോക്കസ്. ആ ഭാഗത്തേക്കാണ് നമ്മുടെ പരബോള ഉണ്ടാവുക. അപ്പോൾ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ മനസ്സിലേക്ക് വരണം. y സ്ക്വയർ ഈക്വൽ ടു 4ax. അതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഈ പാരബോളയുടെ ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 4x. എയും കൂടി കണ്ടുപിടിക്കണം. ഗിവൻ ഫോക്കസ് a0. ഫോക്കസിന്റെ ഇക്വേഷൻ a0. a0 ഈക്വൽ ടു 6 0. സോ a is equal to 6. സോ y സ്ക്വയർ ഈക്വൽ ടു 4 into 6 into x. a ഉള്ള സ്ഥലത്ത് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ y സ്ക്വയർ ഈക്വൽ ടു 4 into 6 is 24. 24x. ഇതാണ് ഇക്വേഷൻ. വളരെ ഈസിയാണ്. ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. 6 0 ഫോക്കസ് മാർക്ക് ചെയ്യണം. ആ ഭാഗത്തേക്ക് പാരബോള വരക്കണം. അതിന്റെ ഇക്വേഷൻ എഴുതണം. y സ്ക്വയർ ഈക്വൽ ടു 4x.
ഫോക്കസ് തന്നിട്ടുണ്ട്, അതായത് എ നമുക്ക് കിട്ടും, എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇക്വേഷൻ കിട്ടും. Now next one, focus 0 minus 3, directrix y equal to 3. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എക്സ് ആക്സിസ് വരക്കണം, y ആക്സിസ് വരക്കണം, 0 മൈനസ് 3 മാർക്ക് ചെയ്യണം. ഓക്കെ, എക്സ് കോർഡിനേറ്റ് 0, അപ്പോൾ പോയിന്റ് ഇരിക്കുന്നത് y ആക്സിസിന്റെ മുകളിലാണ്. പിന്നെ y കോർഡിനേറ്റ് മൈനസ് ആയിരിക്കുന്നേ, അപ്പോൾ നെഗറ്റീവ് y ആക്സിസിന്റെ മുകളിലാണ്. 0 മൈനസ് 3 ഇങ്ങോട്ടാണ് നമ്മുടെ ഫോക്കസ് വരുന്നത്, ഇവിടെയാ വരുന്നത് 0 മൈനസ് 3. അപ്പോൾ നമ്മുടെ പാരബോള ആ ഭാഗത്തേക്ക് തന്നെ ഉണ്ടാകും. ഓക്കെ, ഇതുപോലെ ഉണ്ടാകും. ഇതാണ് നമ്മുടെ പാരബോള. 0 മൈനസ് 3യുടെ ഭാഗത്തേക്ക് വേണം നമ്മൾ പാരബോള വരയ്ക്കാൻ. ഇനി അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതണം. ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ മനസ്സിലേക്ക് വരും. എന്താ ഈ ഗ്രാഫിന്റെ, ഈ പാരബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പറഞ്ഞു നോക്കട്ടെ. എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay. എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay. ഓക്കെ, now given focus 0 minus a equal to 0 minus 3. Minus a equal to minus 3, a is equal to 3. Minus a is equal to minus 3, so a is equal to 3. So x square equal to minus 4 into a plus 3 എഴുതാം. So x square equal to 4 into 3 is 12, so minus 12y. ഇതാണ് നമ്മുടെ പാരബോളന്റെ ഇക്വേഷൻ. x square equal to minus 12y. Now next one, vertex 0 0, focus 3 0. വളരെ ഈസി ആണ്, പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചേ. എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ് ആക്സിസ് വരക്കാം. ഓക്കെ, എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ് രണ്ട് ആക്സിസ് വരക്കാം. അതിൽ 3 0 എന്ന് പറഞ്ഞ് നമ്മുടെ ഫോക്കസ് മാർക്ക് ചെയ്യാം. 3 0, അപ്പോൾ ആ ഭാഗത്തേക്ക് വേണം നമ്മുടെ പാരബോള വരക്കേണ്ടത്. 3 0 ഇല്ല ഭാഗത്തേക്ക് നമ്മുടെ പാരബോള വരും. ഇതുപോലെയാണ് നമ്മുടെ പാരബോള ഇരിക്കുന്നത്. ആ പാരബോളന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താ ഇക്വേഷൻ? y സ്ക്വയർ ഈക്വൽ ടു 4ax. ഓക്കെ, ഫോക്കസ് തന്നിട്ടുണ്ട്. ഫോക്കസ് a0 ഈക്വൽ ടു 3 0. സോ വാട്ട് ഈസ് a? a is equal to 3. So y square equal to 4 into 3 into x. So y square equal to 12x. വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. Now next one, focus minus 2 0. പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചേ. ആർക്കാ ആദ്യം ആൻസർ കിട്ടുന്നത് നോക്കട്ടെ. മൈനസ് 2 0, എക്സ് വാല്യൂ മൈനസ് 2 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് 2 0 മാർക്ക് ചെയ്യണം. ആ ഭാഗത്തേക്ക് റഫായിട്ടൊരു പാരബോള വരക്കണം. ഇതുപോലെയാണ് നമ്മുടെ പാരബോള വരുന്നത്. ആൻസർ കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ അല്ലേ. y സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax. ഇതാണ് ഇക്വേഷൻ. മൈനസ് a0, ഫോക്കസ് തന്നിട്ടുണ്ട്, മൈനസ് a0 which is equal to minus 2 0. This implies a is equal to 2. Minus a equal to minus 2 ആണ്. So a is equal to 2. So equation is y square equal to minus 4 into 2x, that is minus 8x. Y square equal to minus 8x. Now next one, vertex 0 0 passing through 2 3 and axis is along x axis. ഓക്കെ, ഇവിടെ കണ്ടീഷൻസ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. വേർട്ടെക്സ് 0 0 ആണ്, അതെല്ലാ പ്രോബ്ലത്തിലും 0 0 തന്നെയാണ്. ഓക്കെ, +1 പഠിക്കുന്ന എല്ലാ പാരബോളയും വേർട്ടെക്സ് 0 0 തന്നെയാണ്. അതിൽ നമുക്ക് പിന്നെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ തന്നിരിക്കുന്നത് ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസ് വരക്കണം, വൈ ആക്സിസ് വരക്കണം. ആക്സിസ് അലോങ് എക്സ് ആക്സിസ് ആയിക്കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് പാരബോള വരാം. ഒന്നെങ്കിൽ പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഭാഗത്തേക്ക് പോകാം, അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ് ആക്സിന്റെ ഭാഗത്തേക്ക് പോകാം. പക്ഷേ വേറൊരു കണ്ടീഷനും കൂടിയുണ്ട്. ആ പാരബോള ഈ 2 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ 2 3 എന്ന് പറഞ്ഞ പോയിന്റ് അവിടെ മാർക്ക് ചെയ്യാം. 2 3 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ് നമ്മുടെ ഏകദേശം 2 3 എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നത്. എക്സിൽ 2 പോകണം, ഇവിടെ 0 1 2, ഇവിടെ 1 2 3. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ 2 3 എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നത്. ഈ പോയിന്റിലൂടെ പാസ് ചെയ്യണമെങ്കിൽ എക്സ് ആക്സിസിന് സിമെട്രിക് ആവണം. അപ്പോൾ നമ്മുടെ പാരബോള ഇതുപോലെയാണ് വരുന്നത്. ഇങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ പാരബോളന്റെ ഫിഗർ വരയ്ക്കണം. ആക്സിസ് എക്സ് ആക്സിസ് ആണ്, അത് ആദ്യം നമ്മൾ മനസ്സിൽ വരണം. ഒന്നെങ്കിൽ ഇപ്പം നമ്മൾ വരച്ച പോലെ, അല്ലെങ്കിൽ തിരിച്ചും വരാം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ 2 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ആവാനേ സാധ്യത ഉള്ളൂ. ഇതിന്റെ ഇക്വേഷൻ എഴുതണം.
ഈ പാരബോളയുടെ ഇക്വേഷൻ എന്താ? ഏതാ അത്? വൈ സ്ക്വയർ ഈക്വൽ ടു 4ax. 4 ഇക്വേഷനും കറസ്പോണ്ടിങ് ഫിഗറും നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഫിഗർ കാണുമ്പോൾ ഇക്വേഷൻ കിട്ടണം നമുക്ക്. ഇത് വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആണ്. അതിനെ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. നൗ 2, 3 is a point on the parabola. So put x equal to 2 and y equal to 3 in equation 1. In equation 1, 2, 3. This point satisfies equation 1. So put x equal to 2, y equal to 3. So y square, that is 3 square, equal to 4a, x is 2. 4ax, x is 2 കൊടുക്കണം. So 9 equal to 4 into 2 is 8, 8a. Okay, so 9 by 8 equal to a. ഈ 8നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം, ഡിനോമിനേറ്ററിലേക്ക് വരും. 8a equal to 9. So a is equal to 9 by 8. Okay, so equation of parabola is y square equal to 4 into a into x. a is 9 by 8. a ഉള്ള സ്ഥലത്ത് 9 by 8 എഴുതാം. അപ്പോൾ ഇവിടെ ഈ 4 ക്യാൻസൽ ചെയ്ത് പോകും. This implies y square equal to 4 into a ഉള്ള സ്ഥലത്ത് 9 by 8 എഴുതണം. 9 by 8 into x വരും. എന്നിട്ട് ഈ 4, ഇവിടെ ഒരു 4 ഉണ്ട്, ഡിനോമിനേറ്റർ 8 ഉണ്ട്. 4 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ y സ്ക്വയർ ഈക്വൽ ടു 4 ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 9 by 2x. y സ്ക്വയർ ഈക്വൽ ടു 9 by 2x. ഈ എക്സസൈസിലെ ലാസ്റ്റ് പ്രോബ്ലമാണിത്. എക്സസൈസ് 11.2ലെ ലാസ്റ്റ് പ്രോബ്ലമാണിത്. We have to find equation of parabola with vertex 0, 0 passing through the point 5, 2. 5, 2 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യണം. സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ്. ഇപ്പം നിങ്ങൾ ആദ്യം x ആക്സിസും y ആക്സിസും വരക്കാം. എന്നിട്ട് നമ്മളെ മനസ്സിൽ വേണ്ടത് നമ്മുടെ പാരബോള സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ്. y ആക്സിസിന് സിമെട്രിക് ആണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങോട്ട് ഇങ്ങനെയും വരാം, മുകളിലോട്ടും വരാം, താഴെ ഭാഗത്തേക്കും വരാം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ പാസസ് ത്രൂ 5, 2. പാസസ് ത്രൂ ദ പോയിന്റ് 5, 2. ഇപ്പോൾ ഇവിടെ പോയിന്റ് 5, 2 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാരബോള വരുന്നത് ഇതുപോലെ മുകളിലോട്ടാണെന്ന് നമുക്ക് മനസ്സിലാകും. 5, 2 എന്ന് പറഞ്ഞ പോയിന്റ് അവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, 5 എക്സ് വാല്യൂ 5 വരണം, y വാല്യൂ 2 വരണം. ഇവിടെയാണ് നമ്മുടെ 5, 2 എന്ന് പറഞ്ഞ പോയിന്റ് ഇത്. ഇവിടെ ആ പോയിന്റിലൂടെ നമ്മുടെ പാരബോള പാസ് ചെയ്യണം. Positive y axis is the axis of parabola. Equation is x square equal to 4ay. Equation of parabola is x square equal to 4ay. Let it be equation 1. Now given that 5, 2 is a point on this parabola. So x is equal to 5, y equal to 2. Put x equal to 5 and y equal to 2 in equation 1. So we get 5 square equal to 4 into a into y. y is 2. That is 25 equal to 8a, or 8a equal to 25. a is equal to 25 divided by 8. 25 divided by 8. So equation of parabola is x square equal to 4 into 25 by 8y. a ഉള്ള സ്ഥലത്ത് 25 by 8 എന്ന് എഴുതണം. ഇനി 4 ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 4 ക്യാൻസൽ ചെയ്യാം. So we get x square equal to 4 cancel ചെയ്യുമ്പോൾ 25 by 2y എന്ന് കിട്ടും. So equation is x square equal to 25 by 2y. 25 by 2y. ഇതാണ് പാരബോളന്റെ ഇക്വേഷൻ. x square equal to 25 by 2y. അപ്പോൾ പാരബോളന്റെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തു കേട്ടോ. 11.2ൽ വരുന്ന എല്ലാ പ്രോബ്ലംസും ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിക്കണം. ഓക്കെ, ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണേ. വെറുതെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടണം എന്നില്ല. ഗ്രാഫ് കാണുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് ഓർമ്മ വരണം. ഗ്രാഫ് കാണുമ്പോൾ ഫോക്കസ് എവിടെയാണ് ഉണ്ടാവില്ലെന്നും ഓർമ്മ വരണം. ഫോക്കസ് എങ്ങനെയാണ്, അതിൻ്റെ ഫോം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഓർമ്മ വരണം. ഇത് 4 ഗ്രാഫ്സും നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം.